കവലക്ക് ഈ പ്രദേശത്തുള്ള എല്ലാ സഹോദരി സഹോദരന്മാരെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സമാധാനം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ പ്രദേശത്ത് കടന്നു വന്ന് ഒരു സദ്വാർത്തമാനം പറയുവാൻ വളരെ നാളുകളായി ഞങ്ങൾ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ലോകത്തിൻ്റെതായ നടക്കുന്ന സകല സംഭവങ്ങളും നാം ചിന്തിച്ചുകൊണ്ടിരുന്നാൽ എന്താണ് ഈ ലോകത്തിന് സംഭവിക്കാൻ പോകുന്നത്? പക്ഷെ ഇത് ആരും ഇതിനെക്കുറിച്ച് വളരെ ഗ്രാഹ്യമായി ആരും ചിന്തിക്കുന്നില്ല. വിശുദ്ധ ബൈബിളിൽ എഴുതി വച്ചിരിക്കുന്നതായ സംഭവങ്ങൾ ഓരോന്നായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് യേശു കർത്താവ് 2000 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ വന്നു പറഞ്ഞു, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ടു സുവിശേഷത്തിൽ വിശ്വസിപ്പി. പ്രിയപ്പെട്ടവരെ, ഇത് ഞങ്ങളിവിടെ പ്രസ്താവിക്കുന്ന കാര്യം ഒരു മതത്തിൻ്റെ കാര്യമല്ല, ഒരു മതത്തിൻ്റെയോ ഒരു ജാതിയുടെ കാര്യങ്ങളൊന്നുമല്ല ഞങ്ങളിവിടെ സംസാരിക്കുന്നത്. കാരണം ഇത് ലോകത്തിലുള്ള സകല മനുഷ്യർക്കും ഒരു രക്ഷാകരമായ നല്ല സന്തോഷകരമായ ഒരു കാര്യത്തിനു വേണ്ടിയാണ് ഈ ലോകത്തിലേക്ക് വന്ന് 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു കർത്താവ് ഈ ഭൂമിയിൽ ജനങ്ങളോട് പറഞ്ഞത്. ആ യേശു കർത്താവ് തിരഞ്ഞെടുത്ത 12 അപ്പോസ്തലന്മാരും യേശുവിൻ്റെ മരണശേഷം ഭൂലോകത്തിലൊക്കെയും പോയി എല്ലായിടത്തും ആ സുവിശേഷം പ്രസംഗിക്കുകയുണ്ടായി. ഇന്നും ആ സുവിശേഷം ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇതിൻ്റെ കാരണം? കാരണം ഒരു ലോക അവസാനം ഉണ്ടാകുമെന്ന് എല്ലാ മതസ്ഥരും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ലോക അവസാനം ഉണ്ടായാൽ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന മനുഷ്യർക്ക് എന്താണ് സംഭവിക്കുവാൻ പോകുന്നത്? വിശുദ്ധ ബൈബിളിൽ എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ 9-ാം അധ്യായം അതിൻ്റെ 27-ാം വാക്യത്തിൽ ഇങ്ങനെ അവിടെ എഴുതിയിരിക്കുന്നു, ഒരിക്കൽ മരിക്കയും പിന്നെ ന്യായവിധിയും സകല മനുഷ്യർക്കും നിയമിച്ചിരിക്കുന്നു. അപ്പോൾ എല്ലാ ജനിച്ചിരിക്കുന്ന സകല മനുഷ്യരും ഒരിക്കൽ മരിക്കും. എന്നാൽ ആ സകല മനുഷ്യർക്കും ഒരു ന്യായവിധി ഉണ്ട്. അത് നാം മനസ്സിലാക്കണം. ന്യായവിധി എന്താണ്? വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകയാൽ വെളിച്ചത്തെ പകയ്ക്കുന്നു, വെളിച്ചത്തെ സ്നേഹിക്കുവാൻ കഴിയുന്നില്ല. തിന്മ പ്രവർത്തിക്കുന്ന ഏതു മനുഷ്യനും മരണമുണ്ട്. തിന്മയെന്ന് ഉദ്ദേശിക്കുന്നത് ദൈവത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഏതു പ്രവർത്തനവും തിന്മയാണ്, അത് അനീതിയാണ്, അത് പാപമാണ്. അതുകൊണ്ട് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരേ ഒരു നിയമമേ ഉള്ളൂ. അത് സ്വർഗത്തിൽ നിന്നും വന്ന് ഭൂമിയിൽ നമുക്ക് തന്ന നമ്മുടെ പ്രാണപ്രിയനായ യേശു കർത്താവാണ് നമുക്ക് ആ പ്രമാണം തന്നത്. ആ പ്രമാണം ഇന്ന് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാണ്. സ്വർഗീയ പിതാവ്, നമ്മളെല്ലാവരും ദൈവമേ എന്ന് വിളിക്കുന്ന സ്വർഗസ്ഥനായ പിതാവ് ഈ ഭൂമിയിലുള്ള സകല മനുഷ്യരെയും സ്നേഹിക്കുകയാണ്. ഒരു മനുഷ്യനോടും പ്രത്യേകമായ സ്നേഹമല്ല, എല്ലാ മനുഷ്യരോടും ആ ദൈവത്തിൻ്റെ ആ മഹാസ്നേഹമാണ് ഇന്ന് നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ ദൈവം അവിടുന്ന് ആഗ്രഹിക്കുന്നത് ഒരു മനുഷ്യൻ പോലും നശിച്ചു പോകരുത്, എല്ലാവരും നിത്യജീവൻ പ്രാപിക്കണം. ഇന്ന് എല്ലാ മതസ്ഥരും
അവരുടെ ആത്മശാന്തിക്ക് വേണ്ടി അനേക കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് നമ്മൾക്ക് ഓരോരുത്തർക്കും ആത്മശാന്തി കിട്ടുമോ എന്ന് നാം ഒന്ന് പരിശോധിക്കണം. കാരണം എന്തുകൊണ്ടാണ്? ലോകത്തിലുള്ള സകല മനുഷ്യരുടെയും പാപത്തിനു വേണ്ടി പരിഹാരമായി തീർന്ന ഒരേ ഒരുവൻ മാത്രമേ ഉള്ളൂ. അവൻ നമ്മുടെ പാപത്തിനു വേണ്ടിയാണ് മരിച്ചത്. റോമൻ കോടതികളിൽ 7 പ്രാവശ്യം മാറി മാറി വിസ്തരിച്ചിട്ടും ഒരു കുറ്റവും കാണാത്ത ആ യേശുവിനെ ക്രൂശിൽ തറക്കേണ്ടി വന്നു. എന്തുകൊണ്ട്? സകല മനുഷ്യരെയും പാപത്തിന് പരിഹാരമായി തീരുവാനാണ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. ദൈവത്തിന്റെ പുത്രനായ ആ ക്രിസ്തു മനുഷ്യപുത്രനായി നമുക്ക് വേണ്ടി ഭൂമിയിൽ ജനിച്ചു. ആ ജനിക്കുമ്പോൾ ദൈവത്തിന്റെ ദൂതൻ ആട്ടിൻകൂടത്തെ കാവൽ കാത്തു നിന്ന ആട്ടിടയന്മാരോട് പറയുകയാണ്, സർവജനത്തിനും ഉണ്ടാകുവാനുള്ളൊരു മഹാസന്തോഷം ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. അപ്പൊ ലോകത്തിലുള്ള സകല മനുഷ്യർക്കും സമാധാനം ഉണ്ടാകുവാനാണ്, സന്തോഷമുണ്ടാകുവാനാണ് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നത്. ആ കുഞ്ഞിനെ പ്രസവിക്കുമ്പോൾ സത്രത്തിൽ പോലും സ്ഥലം കിട്ടിയില്ല ആ കുഞ്ഞിനെ കിടത്തുവാൻ. അവസാനം കാലിത്തോടത്തിൽ കിടക്കേണ്ടി വന്നു. ആ കാലിത്തോടത്തിൽ കിടന്നെങ്കിലും ഒരു നക്ഷത്രം ആ കാലിത്തോടത്തിന് മീതെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ആ ജനങ്ങളെ ആ കുഞ്ഞിനെ വന്ന് കാണുവാനുള്ള ആ ഒരുക്കത്തോടുകൂടെ ആ നക്ഷത്രം നടന്നു നീങ്ങി എന്നാണ് പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, സർവജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷമാണ് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ജനിച്ചത്. ആ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി നമ്മുടെ പാപത്തിന് പരിഹാരമായി തീർന്ന് കാൽവരി ക്രൂശിൽ യാഗമായി തീർന്ന് മരിച്ച് അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തും. അനേക മഹാന്മാർ ആ മരിച്ചിട്ടിന്ന് അവരുടെ കല്ലറകൾ മൂടിക്കിടക്കുമ്പോൾ ഒരേ ഒരു കല്ലറ മാത്രം ഇന്ന് തുറന്നു കിടക്കുകയാണ്. അത് യേശു ക്രിസ്തുവിന്റെ കല്ലറ മാത്രമാണ്. ആ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചത് കൊണ്ട്, നമുക്ക് വേണ്ടി ജീവിക്കുന്നത് കൊണ്ട് ഇന്ന് നാം ജീവിക്കുന്നു. നമ്മളെ പാപത്തിൽ നിന്ന് മോചിക്കുവാനാണ് നമുക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചത്. ആ കാര്യം നാം ഒന്ന് ഓർക്കുന്നത് നന്നായിരിക്കും. അതുകൊണ്ട് വീണ്ടും ഇപ്പോൾ ആ യേശു ക്രിസ്തുവിന്റെ 2ാം വരവ് വരാറായി. ഇതാ മേഘത്തിൽ വരുന്നു. ആ മേഘത്തിൽ വരുമ്പോൾ നാം ഇവിടുന്ന് പറന്നു പോകേണ്ടതാണ്. സ്വർഗത്തിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അവിടെ വിശപ്പില്ല, ദാഹമില്ല, ഇരുട്ടില്ല, വിയർപ്പില്ല, ബുദ്ധിമുട്ടില്ല, പ്രയാസമില്ല, നിരാശയില്ല, സമാധാനവും സന്തോഷവും മാത്രമുള്ള ഒരു രാജ്യത്തിലേക്കാണ് നമ്മളെ കൊണ്ടുപോകാൻ പോകുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ ഒരു സദ്വർത്തമാനം പറയുവാൻ വളരെ നാളുകളായി ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഈ പടവൂർ പ്രദേശത്തുള്ള ജനങ്ങളെ ദൈവം സ്നേഹിക്കുന്നു. ഈ ദേശത്തെ ദൈവം സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഇന്ന് ഈ രാവിലെ ഈ സമയത്ത് ഞങ്ങൾക്ക് ഇവിടെ കടന്നു വരുവാനും ഈ സദ്വർത്തമാനം അറിയിക്കുവാനും ആ ദൈവം കൃപ ചെയ്തത്. അതുകൊണ്ട് നിങ്ങളെ എല്ലാവരെയും പിതാവായി ദൈവം സ്നേഹിക്കുന്നു. ആ പിതാവായി ദൈവത്തോടൊപ്പം ഈ ഭൂമിയിലുള്ള സകല ജനങ്ങളും ഒരുമിച്ച് വസിക്കുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ഒരു കുടുംബമായിട്ട് ജീവിക്കുവാൻ പിതാവായി ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഈ പടവൂരുള്ള എല്ലാ സഹോദരി സഹോദരന്മാരും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ ഇന്നിവിടെ ഈ സദ്വർത്തമാനം അവസാനിപ്പിക്കുകയാണ്. കർത്താവ് അനുവദിച്ചാൽ വീണ്ടും കാണാം. ഈ ദേശത്തുള്ള കടകളിൽ ജോലി ചെയ്യുന്ന എല്ലാ സഹോദരി സഹോദരന്മാരെയും കുഞ്ഞുമക്കളെയും പിതാവായ ദൈവത്തിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്.